എല്ലാം അറിയാമെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, ബാക്കിയുള്ളവരൊക്കെ മണ്ടൻ. ഈ നിമിഷം വരെ, ഈ കുറച്ച് മുന്നേ വരെ ഞാൻ പേടിച്ച് തന്നെയാണ് ജീവിച്ചത്. ഇന്നാളെ വ്യക്തിയെ വെച്ച് ഫിറോസിനെ പേടിച്ച് 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 ഈ ഇവിടം വരെത്തി. മുൻ ബിഗ് ബോസ് താരങ്ങളായ സജിനയും ഫിറോസും. ഫിറോസ് കാക്ക, തുടക്കത്തിൽ തന്നെ താങ്കളോട് ഒരു ചോദ്യം. താങ്കളുടെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്ന ചില വീഡിയോസ് ഇപ്പൊ കാണാനില്ലല്ലോ. എന്തിനാ ഫിറോസ് കാക്ക അതൊക്കെ മുക്കിയത്? അല്ല, ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളു കേട്ടോ. ഇനി സജിനൈത്തയോട്, സജിനൈത്ത, ഈ റസൂൽ പൂക്കുറ്റിയുടെ പേര് ഇപ്പോ കിടന്ന് കളിച്ചത് കൊണ്ടാണോ ഫിറോസിനെതിരെ 1, 2, 3, 4 അവിഹിതത്തെ പറ്റിയൊക്കെയാ പറയുന്നത്? അല്ല, സ്വന്തം ഭർത്താവിൻ്റെ ഒരവിഹിതം പൊക്കിയാൽ ഭാര്യ പ്രശ്നം ഉണ്ടാക്കും, 2 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് രണ്ടാമത്തെ പൊക്കിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും, അവനെ ഇട്ടേച്ച് പോകും. അതല്ലേ സാധാരണ ചെയ്യുക? ഇത് 1 പൊക്കി, 2 പൊക്കി, 3 പൊക്കി, 4 പൊക്കി, എന്നിട്ടും ഇവൻ്റെ കൂടെ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് എന്താ കാരണം? മക്കൾക്ക് വേണ്ടി എന്നിപ്പോൾ പറയുമായിരിക്കും. അല്ല, അങ്ങനെയാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ മക്കൾക്ക് വേണ്ടി 1 പൊക്കിയാൽ ക്ഷമിക്കും, 2 പൊക്കിയാൽ ക്ഷമിക്കും, പിന്നെയും പൊക്കിയാൽ ക്ഷമിച്ചോണ്ട് നിൽക്കുവോ? കുറച്ചു മുമ്പ് സജനാത്ത ഒരു 20 മിനിറ്റുള്ള നീളൻ കഥ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടേ. എല്ലാം ഒന്നും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് വെറുപ്പായി പോകും. ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒരെണ്ണം അവർ പറയുന്നത് കേൾപ്പിക്കാം. 2 എണ്ണത്തിനെ പറ്റി അവർ പറയുന്നില്ല, പൊക്കിയെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ വിശദമായി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക. വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയണം, ഓക്കെ? പറയാതെ പോകരുത്. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ ധൈര്യമായിട്ട് ക്ലിക്ക് ചെയ്യാതെ പോകരുത്. ഇനി നമുക്ക് സജനാത്തയുടെ കഥയിലേക്ക് പോകാം. ഓരോന്നോരോന്ന് കേട്ട് തുടങ്ങാം. ആദ്യമേ ഈ പറയുന്നത് കേട്ടോ. കർമ്മ 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 അല്ലേ? കർമ്മയ്ക്ക് എനിക്ക് വിശ്വാസമില്ല. കർമ്മയ്ക്ക് വേണ്ടി സമയവും എനിക്കെടുക്കാൻ സമയമില്ല. കർമ്മ നോക്കി നിന്ന് കഴിഞ്ഞാൽ, കർമ്മ വരട്ടെ, കർമ്മ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വർഷങ്ങൾ നീണ്ടുപോകും. പലതും ഞാൻ കാണേണ്ട ഗതിയിൽ വരും, പലതും ഞാൻ കേൾക്കേണ്ടി വരും. എനിക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. A to Z കാര്യങ്ങൾ വെച്ചിട്ടൊരു ഫയൽ ചെയ്ത് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പേടിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ, ഈ കുറച്ച് മുന്നേ വരെ ഞാൻ പേടിച്ച് തന്നെയാണ് ജീവിച്ചത്. ഇന്നാളെ വ്യക്തിയെ വെച്ച് ഫിറോസിനെ പേടിച്ച് 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 ഈ ഇവിടം വരെ എത്തി. ഫിറോസിനെ പേടിച്ച് 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 ഇവിടെ വരെ എത്തി. അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഫിറോസിനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം കേസ് കൊടുത്തോണ്ടായിരിക്കാം ഫിറോസ് കാക്ക 1-2 വീഡിയോകൾ മുക്കിയതുപോലെ എനിക്ക് തോന്നി ഇൻസ്റ്റഗ്രാമിൽ പോയി തപ്പിയപ്പോഴേ. അപ്പോൾ എന്താണെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ മുക്കുവടെ ഫിറോസ് കാക്ക മുക്കി. അതുകൊണ്ട് തന്നെ ഇനിയും ഫിറോസ് കാക്ക എന്തെങ്കിലും കഥകൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇത്താത്ത കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത്താത്ത, എൻ്റെ ഒരു സംശയം, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത്താത്ത വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ എന്താണ് പറയാൻ ഇത്രയും വർഷമെടുത്തത്? അല്ല, നേരത്തെ പറയേണ്ടതല്ലായിരുന്നോ? ഇപ്പോൾ ഈ റസൂൽ പൂക്കുറ്റി സാധനം പുറത്തേക്ക് വന്നപ്പോൾ ഫിറോസ് കാക്ക നിങ്ങളുടെയോ ആരുടെയും പേരൊന്നും എടുത്തു പറഞ്ഞ് കുത്തിയില്ല, കുത്താതെ കുത്തിപ്പോയി. ഈ കുത്താതെ കുത്തിപ്പോയപ്പോൾ ഇത്താക്ക് കുത്തിക്കൊണ്ടോ? അല്ല, ഒരു സംശയം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് കള്ളത്തരമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. നിങ്ങൾ പറയുന്നതിനകത്ത് സത്യം കാണും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയായിരിക്കും. ഒരുപാട് നിങ്ങൾ ഈ 3, 4 ഒക്കെ ഇവൻ്റെ പൊക്കിയിട്ട് നിങ്ങൾ പിന്നെയും സഹിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ സമ്മതിക്കണം പെങ്ങളെ, സമ്മതിക്കണം. കാരണം എല്ലാവരും ഒന്നും അങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ, സത്യമാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് പരിശോധിച്ച് നോക്കാം. ബാക്കി നമുക്ക് കേൾക്കാമേ. അപ്പോൾ എനിക്കിനി പേടിക്കാൻ വയ്യ. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, എൻ്റെ വീട്ടുകാരെ ഓർത്ത് എല്ലാം വെച്ച് ഞാൻ ക്ഷമിച്ച് നാണക്കേടാണ് നമ്മളിത് സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നോറും എൻ്റെ കുഞ്ഞിനിത് ബാധിക്കും എന്ന് പേടിച്ചിട്ട് മാത്രം, എൻ്റെ റോവലിന് അവൻ്റെ പപ്പയെ ഇഷ്ടമാണ്, ആ ഒരു കാര്യം ഓർത്ത് മാത്രം, എൻ്റെ കുഞ്ഞിന് ബാധിക്കരുതെന്ന് മാത്രം ഓർത്ത് മാത്രം ഞാനിതെല്ലാം പറയാതെ മിണ്ടാതെ ക്ഷമിച്ച് കയറും തോറും തലയിൽ കയറി എന്നല്ല, അതിൻ്റെ അപ്പുറം കയറി എന്നെ ചൊരിയാൻ നിൽക്കുക.
ഇനി എനിക്ക് പറ്റില്ല. ഞാൻ അതുകൊണ്ട് നിയമവശാൽ നിയമം പോലെ ഞാൻ ലീഗലി പോയേക്കുവാണ്. കാര്യങ്ങളെല്ലാം ലീഗലി പോയെങ്കിലും ഈ മീഡിയയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്, ഒരു സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മളൊരു ആക്ടർ ആയതുകൊണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇപ്പം വിവാദം നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലും ഇത് പറയണം. കാരണം നിങ്ങളാണ് എന്നെ വളർത്തി ഇത്രയും ആക്കിയത്. അപ്പം ഒരു തെറ്റ് കാണുമ്പം നമ്മൾ തീർച്ചയായിട്ടും ഞാൻ സഹിതം തെറ്റാണല്ലോ എന്ന് പറയും. അപ്പം മറുവശം കൂടെ കേട്ടിട്ട് കുറേ ചാനൽസ് എടുത്ത് ഇത് ആഘോഷിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് കൂടെ അടുത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഇട്ട് തരിക. സത്യമായിട്ടും നിങ്ങൾ ഈ പറഞ്ഞത് വളരെ വളരെ സത്യസന്ധമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം നിങ്ങൾ ആഘോഷിക്കാൻ ഇട്ടുകൊടുത്തതാ ആളുകൾക്ക് വീണ്ടും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് മിസ് സജിന, അതായത് നിങ്ങളുടെ കുട്ടികളെ ഓർത്തിട്ടാണ് ഇത്രയും കാലം നിങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പറയാതിരുന്നത്, ഒരു കേസായിട്ടോ കാര്യമായിട്ടോ പോകാതിരുന്നത് കുട്ടികളെ ഓർത്തിട്ടാണ്. ആ കുട്ടികളെ നിങ്ങൾ ഓർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ശരിക്കും നിങ്ങൾ ഈ നിമിഷങ്ങളിൽ ഓർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇപ്പോൾ നിങ്ങൾ ഈ കഥയായിട്ട് വരില്ലായിരുന്നു. അവൻ അവിടെ എന്തെങ്കിലും കിടന്ന് പറയട്ടെ, പോട്ട് പുല്ലെന്നും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയേനെ, നിങ്ങളുടെ കുട്ടികളുടെ കാര്യം നോക്കി പോയേനെ. അവൻ എന്തൊക്കെയോ അവിടെ കിടന്ന് അവിടെ തൊടാതെ ഇവിടെ തൊടാതെ ഇങ്ങനെ പറഞ്ഞു പോവുക. ഇങ്ങനെ ഒരു റിപ്ലൈ, അവൻ്റെ അങ്ങനെയാണ് അവീതം, അവന് വേറെ അവീതം, മറ്റേ അവീതം, മറിച്ചേ അവീതം എന്നും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ വരും. നിങ്ങളുടെ കുട്ടികളെ ഇനിയാണത് ബാധിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കിയില്ല? ഒരു സ്ത്രീ സൈലൻ്റ് ആയിട്ട് ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണമായിരുന്നെങ്കിൽ ഒരിക്കലും സോഷ്യൽ മീഡിയ നിങ്ങളെ വളർത്തിയത് ജനങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ജനങ്ങളോട് വന്ന് ഉത്തരം പറയേണ്ട കാര്യം, നിങ്ങളൊരു പൊളിറ്റീഷ്യൻ അല്ല. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അത്ര വലിയ സ്റ്റാർഡമുള്ള ഒരു സെലിബ്രിറ്റിയാണോ, എനിക്കറിയില്ല. എനിക്കങ്ങനെ വലിയ ഇവരെന്താണെന്നുള്ള കാര്യം, നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ടോ ഇവരെയൊന്നും വലുതായിട്ട് അങ്ങനെ അറിയാത്തത്. ഒരുപാട് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് ഇവരുടെ പ്രൈവറ്റ് ലൈഫിലോടൊന്നും പോകാത്ത ആളുകളുണ്ട്. അത് ശ്രദ്ധിക്കാത്തവരിലേക്ക് പോലും നിങ്ങൾ ഈ കഥകൾ ഇട്ട് കൊടുക്കുക. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. മൈൻഡ് ചെയ്യാതെ പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്, നേരത്തെ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ശരിക്കും മീൻ ചെയ്തായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ ഈ ചാടി കയറി ഇങ്ങനെയുള്ള കഥകൾ, കാരണം നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും പ്രൂഫ്, ഈ വീഡിയോയിൽ ഒരു പ്രൂഫും കാണിക്കുന്നില്ല, വന്നിരുന്ന് കഥ പറയുക. ഒരുപാട് ആളുകൾ വരും ചോദ്യം ചെയ്യാൻ, എവിടെ തെളിവ്? നിങ്ങൾ ചുമ്മാ അങ്ങോട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, പുരുഷന്മാർക്കെതിരെ വെറുതെ ഇരുന്ന് അങ്ങോട്ട് ഇവർ മോശമാണെന്നോ അവർ പറയുന്നത് കള്ളമാണെന്നോ അല്ല പറയുന്നത്, പക്ഷെ ഒരു സൈഡിൽ കൂടെ ഉണ്ട് ചുമ്മാ കുറേ കള്ളങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് ആണുങ്ങളെ ഇല്ലാതാക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? തെളിവുകൾ പോലും കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കും. തെളിവുകൾ പോലും ചില ആളുകളുടെ സഹായത്തോടു കൂടി, ചില ആൾക്കാരെ ഫോക്കസ് ചെയ്ത് ഇല്ലാതാക്കാൻ വേണ്ടി. അതെല്ലാം നടക്കുന്ന ഈ കാലത്ത് തെളിവുകൾ, പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് ഫിറോസുമായി പരിചയപ്പെട്ടതിന് ശേഷം ഒരു മാസം കോൺടാക്ട് ഫോണിലൂടെയൊക്കെ സംസാരിച്ച് അതിനുശേഷം ഫിറോസ് ചെന്നു, നേരെ കല്യാണം ആലോചിച്ചു, കല്യാണം കഴിച്ചു, കുട്ടിയെ വേണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തു. അപ്പോൾ ആ ഒരു മാസം ഇവർക്കുണ്ടായിരുന്നു, ഇവരാദ്യമേ ഒരു കല്യാണം കഴിച്ചു, ആ കുട്ടിയെ ഇവരുടെ വീട്ടിൽ നിർത്തി, കുട്ടിയെ കാണണമെന്നൊക്കെ ഇവർ പറഞ്ഞിട്ടും ഫിറോസ് വിട്ടില്ല. രണ്ടാമത്തെ കുട്ടിക്ക് ഇവർക്കായിട്ട് ഒരു കുട്ടി വേണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് ഒരു കുഞ്ഞായി. അതിനുശേഷം, അല്ലെങ്കിൽ ആ ഒരു കുട്ടി ആയ സമയത്ത് ഈ സജ്ന അവരുടെ വീട്ടിലായിരുന്നു. ആ സമയത്ത് ഇയാൾ വേറെ ആരുമായിട്ടോ ചിങ്കിളിക്ക് പോയി, അത് ഇവർ കയ്യോടെ പൊക്കി. അതിനുശേഷമാണ് ഇവർ എറണാകുളത്തേക്ക് മാറുന്നത്. ഇങ്ങനെ ഒരു കഥ ഇവർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഇവർ കുറേ കാര്യങ്ങൾ വേറെയും എറണാകുളത്ത് വന്നതിന് ശേഷമുള്ള ഫിറോസ് കാക്കാൻ്റെ ചില കാര്യങ്ങൾ, കുൽസിതങ്ങൾ പറയുന്നത്. അതിനു മുമ്പ് ഇതും കൂടെ ഒന്ന് കേട്ടോ നിങ്ങൾ. അത് കഴിഞ്ഞ് മാരേജിന് സമയമായി, മാരേജ് കഴിഞ്ഞു. ഈ പുള്ളിക്കാരൻ എൻ്റെ ലൈഫിലോട്ട് വരുമ്പം എൻ്റെ കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാം, സെക്കൻഡ് ഫാദറാണ്, പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞ് വന്ന വ്യക്തി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ എൻ്റെ കുഞ്ഞിനെ കാണാൻ വിടാൻ സമ്മതിക്കുന്നില്ല. ആദ്യത്തെ മാസം ആയതുകൊണ്ട് കുറച്ച് നാൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു, പുതുമുടി ആയതുകൊണ്ട് ഒന്ന് മാറ്റി നിർത്താം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ പോയി വന്ന് കണ്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ തന്നു വിടാമെന്ന് പറഞ്ഞു. ആദ്യത്തെ മാസം ആയപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞിൻ്റെ അടുത്ത്, കുഞ്ഞിനെ കാണാൻ പോകുന്നതും കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും എല്ലാം പയ്യെ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പം തന്നെ ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു ഈ ഒരു പ്രശ്നത്തിൽ. എന്നിട്ടും ഞാൻ സഹിച്ചു നിന്നു. കാരണം സെക്കൻഡ് മാരേജ് അല്ലേ, നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്താണ്, എൻ്റെ രണ്ടാമത്തെ മാരേജും അതും പ്രശ്നമായി എന്ന് പറയുന്നത് പേടിച്ച് തന്നെ സത്യം പറഞ്ഞാൽ പലതും മിണ്ടാതിരുന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് 2 മാസമെല്ലാം ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഞാനും എനിക്ക് പ്രഗ്നൻ്റ് ആയി. ആ സമയത്തും എനിക്ക് ഒട്ടും
താല്പര്യമില്ലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കുഞ്ഞിന് 2.5 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞെന്ന് പറയുമ്പം അവൾക്ക് കൊടുക്കുന്ന ഒരു കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ, ഒരു 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവുന്ന എന്നുള്ളത് പറഞ്ഞാൽ ആ ഒരു സാധനമാണ്. അതും ഞാൻ പുള്ളിക്കാരനടുത്ത് ആദ്യം പറയുന്നുണ്ട്. ബാക്കി കേൾപ്പിക്കാം. പുള്ളിക്കാരൻ്റെ നിങ്ങൾ ആദ്യമേ അത് പറഞ്ഞെങ്കിൽ പിന്നെ എന്തിന് അയാൾ ഫോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞ് വേറൊരു കുട്ടിക്കായിട്ട് നിന്നു കൊടുത്തു. എത്രയൊക്കെ ഒരു പുരുഷൻ ഫോഴ്സ് ചെയ്താലും ഒരു സ്ത്രീക്ക് അത് വേണ്ടെങ്കിൽ വേണ്ട എന്നാണ്, നോ എന്ന് പറഞ്ഞ് പോകാൻ പറ്റണം. നേരത്തെ പറയുന്നുണ്ടല്ലോ, വീട്ടുകാർ, ഏത് നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരും. സോഷ്യൽ മീഡിയയിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും, നിങ്ങളുടെ നാട്ടുകാർ കൂട്ടുകാർ ആരെങ്കിലും കൂടെ വന്നിരുന്ന് കഥ പറയാൻ കൂടുന്നുണ്ടോ? ഇല്ല. സജിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ലേ? വേറെ ആരും അങ്ങനെ കാണത്തില്ല. ഫാമിലിയിൽ നിന്ന് പോലും ചിലപ്പോൾ ഒരു ബാക്ക് സപ്പോർട്ട് തരും, പക്ഷെ പബ്ലിക്കിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടില്ല. സജിനയ്ക്ക് ആദ്യത്തെ 1 മാസം തന്നെ കൂടെ ഇവനുള്ള സമയത്ത് തന്നെ ആ കുട്ടിയെ മാറ്റി നിർത്തി ഇവൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞാണ് വന്നത്. ആദ്യത്തെ 1 മാസം തന്നെ നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞു പുതുമോടി, ഓക്കെ, കൊച്ചിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വന്നവൻ കൂടെ തന്നെ നിർത്തേണ്ടതായിരുന്നു. അവനായിരുന്നു അത് ചെയ്യേണ്ടത്. അവൻ ആദ്യമേ അത് ഒഴിവാക്കി നിർത്തിയപ്പോൾ അപ്പോഴേ മനസ്സിലാക്കി ടാറ്റായ് ബൈ ബൈ പറയേണ്ടതായിരുന്നു, അല്ലേ? അത് ചെയ്തില്ല. ഇതിന് ശേഷം ഇവരൊരു കഥ പറയുന്നുണ്ട്. ആ കഥയാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഈ കുഞ്ഞായി ഇവരുടെ വീട്ടിലാക്കിയ സമയത്ത് ഇവനൊരു പരിപാടിക്ക് പോയി പൊക്കി കൈയും കാലും പിടിച്ച് ക്ഷമ പറഞ്ഞു. അതിനുശേഷം ഇവർ എറണാകുളത്തേക്ക് മാറി. അതിനുശേഷവും ഈ ചേട്ടൻ ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. പറച്ചിലാണ്, സത്യമാണോ എന്നറിയില്ല. ഒരു സ്ത്രീയാണ് പറയുന്നത്, അതുകൊണ്ട് മാത്രം അവരുടെ വാക്കുകൾ ഞാൻ കേൾക്കുന്നു. പക്ഷേ നിങ്ങളും കേട്ടോളൂ, ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ട വരും. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിച്ചത്. ഒരെണ്ണം ഓക്കെ, സഹിക്കാം, ഞാനും 2ാം വിവാഹിതയാണ്, പോട്ടെ. അവനും 2ാം വിവാഹിതൻ, അവൻ പോട്ടെ, പോയി. അതിനുശേഷം വീണ്ടും ആരെങ്കിലും നിന്നു കൊടുക്കുക? പിന്നെ ബാക്കി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫാമിലിയായിട്ട് കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പിന്നെയും പോന്നു. 6 മാസം കഴിഞ്ഞപ്പം എറണാകുളത്തോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എറണാകുളത്ത് നിന്ന് വീണ്ടും വേറൊരു പെണ്ണിനെ വെച്ച് ഞാൻ പോക്കുക. ആ സമയത്ത് ആ പെണ്ണിനെ വിളിച്ച് ഞാൻ മെസ്സേജ് അയക്കുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ചതിക്കരുത്, എന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ പെണ്ണിന്റെ കാല് പിടിച്ചു. ആ പെണ്ണ് കുറേ ഇയാളെ പ്രായി, ഇയാളെ മക്കളെ പ്രായി, അവള് പറയുന്നത് നിന്റെ കുടുംബം മൊത്തം നശിച്ചു പോകുന്നു പറഞ്ഞ് ഇയാളെ കുറേ പ്രായിയായിരുന്നു ആ പെൺകൊച്ച്. അത് കഴിഞ്ഞ് അതെല്ലാം സോൾവായി നമ്മൾ ഫാമിലി പിന്നെയും ഹാപ്പി ആയിട്ട് പോകുന്നതിന് ശേഷം 6 മാസം ശേഷം നമ്മളൊരു സിനിമ സെറ്റ് ഞാൻ പറയുന്നില്ല, ആ സിനിമ സെറ്റിൽ ഒരു ഇപ്പം ഫേമസ് ആയി നിൽക്കുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഒരു കോസ്റ്റ്യൂമർ ഡിസൈനറാണ്. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, ആരെയും ഞാൻ എടുത്ത് വെളിയിലിടുന്നില്ല. ഓക്കെ സജന, നിങ്ങൾ പറയുന്നു അവരുടെ പേര് നിങ്ങൾ എടുത്ത് വെളിയിലിടുന്നില്ല, ഓക്കെ. പക്ഷെ നിങ്ങളൊരു കേസ് കൊടുത്തിട്ട് നിങ്ങൾ ഈ കഥകളൊക്കെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ കേസിന്റെ പുറകെ പോകുമ്പോൾ അവരാരെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ ഒരു കഥ പറയുന്നുണ്ട് ഇവർ, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ ഇവിടെ വെച്ച് തന്നെ ഒന്ന് ഇന്റർഫിയർ ചെയ്തേ ഉള്ളൂ. ഈ വ്യക്തിയൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുമോ? അത്രയും കേട്ടാൽ മതി. വരുമോ ഇല്ലയോ അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അതോ വെറുതെ ഒരു മിനിക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു കഥാപാത്രമാണോ ഇതൊക്കെ? ഒരു സംശയമാണേ. കാരണം 2ാമത്തെ കഥ ഏത്, 1ാമത്തെ ഞാൻ പറഞ്ഞു തന്നല്ലോ നിങ്ങൾക്ക്. എല്ലാം കൂടെ കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. മൊത്തത്തിൽ കേക്ക്. ആ ഒരു സിനിമ സെറ്റിൽ വെച്ച് പരിചയപ്പെടുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ നമ്മൾക്കറിയാം. അവരെല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു ദിവസം എടുത്തോളൂ, സജന ഫിറോസിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. ഞാൻ സ്റ്റക്കായി, ഞാൻ മിണ്ടയില്ല. ഞാൻ 2ാമതും സ്റ്റക്കായി നിൽക്കുക, എന്താണെന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ലാതിരിക്കുക. അങ്ങനെ അതിനെക്കുറിച്ചുള്ള സെർച്ചിങ് എടുത്തു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഈ സമയത്ത് ഒരു കോള് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്തുള്ള കാര്യങ്ങൾ എടുക്കുന്നു. നമ്മൾ കൊല്ലത്തോട്ട് വരുന്നു. കൊല്ലത്ത് വരുന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നു. പോയി കഴിഞ്ഞപ്പോഴും ഞാൻ ഓക്കെ കൂട്ടുകാരനെ കാണാൻ പോയില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, ഞങ്ങൾ പോകുന്നിടത്ത് റേഞ്ച് ഇല്ല എന്നൊക്കെ പറയുന്നു. ആ കൂട്ടുകാരൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ ഫോണിൽ പുള്ളിക്കാരനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിളിക്കുന്നു. പുള്ളിയുടെ ജിമ്മേറ്റ് ഫ്രണ്ടാണ്. അവരെല്ലാം പിന്നെ കാണും, അവർക്കൊക്കെ ഈ സത്യാവസ്ഥ അറിയാം. അവിടെ വെച്ച് അവർ സംസാരിക്കുമ്പോൾ ഈ കോൾ എന്നെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള എൻ്റെ ആ ഫ്രണ്ട് കോസ്റ്റ്യൂമർ ഒരു പുള്ളിക്കാരി എന്നെ വിളിച്ച് പറയുന്നു, സജിന ഫിറോസും ഇന്ന ആളും കൂടെ ഭയങ്കര സംസാരം, മാറി നിന്ന് ചിരിയും കളിയും ഭയങ്കര കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഫിറോസ് എവിടെയാണ്, നീ ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഫിറോസുകാരുടെ ഫോണിൽ അതിന് റേഞ്ച് ഇല്ലല്ലോ, ഫിറോസുകാരുടെ ഫോൺ അതിന് സ്വിച്ച് ഓഫ് അല്ലേ.
എനിക്കറിയില്ല, പക്ഷെ ഫിറോസ് തന്നെയാണ് അവിടെ വിളിക്കുന്നത്. അവർ സംസാരിക്കുന്ന സംസാരങ്ങൾ ഭയങ്കരമാണ്. ഫിറോസ്ക്കാന്ന് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഉടനെ ഞാൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ്. അങ്ങനെ അതും കുറേ പ്രശ്നങ്ങൾ വന്നു. കുറേ ഞാൻ പെട്ടെന്ന് ചുരുക്കമാണ്, കാരണം നിങ്ങൾ കേട്ട് നിങ്ങൾക്കും മടുക്കണ്ട എന്നുള്ളതാണ്. അവിടെയും കുറേ കാര്യങ്ങൾ വന്ന് അവിടെ നിന്ന് ഞാൻ പുള്ളിക്കാരൻ്റെ ഫോൺ ഇതാക്കുന്നു, അവനെ വിളിച്ചിരിക്കുന്ന റെക്കോർഡ് ചേർക്കുന്നു, ആ പെൺകൊച്ചിനുമായിട്ട് സംസാരിക്കുന്ന റെക്കോർഡ് എടുക്കുന്നു. അവരുമായിട്ട് സംസാരങ്ങളായി. ഞാൻ ആ പെണ്ണിനെ വിളിച്ച് വഴക്കായി. ഞാൻ ഇങ്ങനെ ലൈഫിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി, എൻ്റെ കൈ മുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ലൈഫ് ഉണ്ടായി വന്നിരിക്കുകയാണ്, എന്നെ ദയവ് ചെയ്ത് ഇതിനകത്തുനിന്ന് എൻ്റെ ലൈഫ് നശിപ്പിക്കില്ലേ എന്ന് പറഞ്ഞു. ആ കൊച്ചിൻ്റെ അടുത്ത് കരഞ്ഞു. ആ കൊച്ചും പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്ന് സോറി ഇത്താ, ഞാൻ അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ആ കൊച്ചും കുറേ കാര്യങ്ങൾ പറഞ്ഞു. കാരണം ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് വേറൊരു മാർഗ്ഗമില്ല. കാരണം ആദ്യത്തെ ഒരു ലൈഫ് അങ്ങനായി, അതിനകത്തൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനായി, അതിനകത്ത് ഒരു കൈക്കുഞ്ഞായി. എനിക്ക് എന്ത് ചെയ്യുമെന്നൊരു ഒരു പിടുത്തവും ഇല്ല. ആദ്യത്തേല് പണിവാളി, രണ്ടാമത്തേല് പണിവാളി, എന്നിട്ട് നിങ്ങളിനി മൂന്നാമതും ഒരു റിലേഷനിലേക്ക് പോകുന്നുണ്ടോ? അല്ല, നിങ്ങളുടെ ഇഷ്ടമാണ്, മനസ്സിലായില്ലേ? പക്ഷേ ഒരു പണി കിട്ടി, 2 പണി കിട്ടി, പിന്നെയും നമ്മൾ പണി മേടിക്കാൻ പോവോ? ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ നല്ല ഒരു ലൈഫ് തന്നെ ഉണ്ടായേക്കാം, അവർക്ക് ഉണ്ടാവട്ടെ. ഇത്രയും അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അനുഭവിച്ചതാണെങ്കിൽ. കാരണം ഞാൻ നിങ്ങളെ വളരെ കുറച്ചേ കേൾപ്പിച്ചുള്ളൂ. ഇതിപ്പം ഈ വേറെ പെൺകുട്ടികളെ ഇവർ വിളിച്ച് സംസാരിച്ച് അവർ ഇവരോട് ക്ഷമ ചോദിക്കുന്നത് ആദ്യത്തെ കേസൊന്നുമല്ല, 2ഓ 3ഓ സംഭവത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഇയാളുടെ കൂടെ പോയവരുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരൊന്നും ആദ്യമേ ചിന്തിച്ചിട്ടില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. സജിനെ വിളിച്ചോടനെ മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച്. ഇടയ്ക്ക് ആരുടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരാൾ സജിനെ വിളിച്ചപ്പോഴത്തേക്ക് ഒരു ലേഡി ഈ ഫിറോസിൻ്റെ മക്കളെയൊക്കെ പ്രാഗിയൊക്കെയാണ് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇവരാരും ഫിറോസിൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ ഇവരാരും അറിഞ്ഞിരുന്നില്ലേ ഇയാൾക്ക് ഇതുപോലെ കല്യാണം കഴിച്ച് കുട്ടിയുള്ള കാര്യം? അല്ല, ഫിറോസിനെ കുറ്റം പറയുന്ന പോലെ അവരെയും കുറ്റം പറയണമല്ലോ. അല്ല, പറഞ്ഞേ പറ്റുള്ളൂ. അതുപോലെ തന്നെ സജിന, ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, യാതൊരു തെളിവുമില്ല, സത്യമാണോ ഒന്നും നമുക്കറിയത്തില്ല. ഒരു സ്ത്രീ പറയുന്ന കഥകൾ നമ്മൾ കേട്ടുന്നേ ഉള്ളൂ. ചോദ്യങ്ങൾ ഒരുപാടുണ്ട് നമുക്ക്. അതിലെ അവസാനത്തെ ചോദ്യം മനസ്സിലായോ ഏതാന്ന്? ഞാനത് ചോദിക്കാൻ കാരണം, റസൂൽ പൂക്കുറ്റിയായിട്ടുള്ള പടം ഇവർ പറയുന്നു അങ്ങനൊന്നും ഇല്ലാന്ന്. നാളെ ഇനിയും ഒരു വിവാഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പുറത്ത് തെളിവ് സഹിതം വന്നാൽ അപ്പം നമ്മൾ ഈ ചോദ്യം ചോദിക്കും. 1 കിട്ടി 2 കിട്ടി നിങ്ങൾ പറയുന്ന കണക്ക്, വീണ്ടും മൂന്നാമത് ചോദ്യങ്ങൾ പല രീതിയിൽ നിങ്ങളുടെ കുടുംബക്കാർ പോലും ചോദിക്കും. സജന ഇത്ത, മനസ്സിലായോ? പിന്നെ ഇത്രയും കാലം എന്തുകൊണ്ട് ഈ കഥകളൊക്കെ നിങ്ങൾ പറയാതിരുന്നു? നിങ്ങൾ പറയുന്നത് പോലെ കുട്ടികൾക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും മിണ്ടാതിരിക്കേണ്ടതായിരുന്നു. അവനവിടെ കിടന്നെന്തെങ്കിലും കഴിഞ്ഞ ദിവസം പോലും ചിലച്ചതിന് ശേഷം അവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പിന്നെ പലയിടത്തും പല ഇൻ്റർവ്യൂവിലും നമ്മൾ കണ്ടു. അപ്പോൾ പിന്നെ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ ഇപ്പം ഇത് ആര് ട്രിഗർ ചെയ്തിട്ടാണ് ഈ കഥകൾ ഇപ്പോൾ ഇറക്കിയെന്ന് ഒരു സംശയം, ഒരു തെളിവും ഇല്ലാതെ. ഓക്കെ, എനിക്കങ്ങനെ തോന്നി കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. മൊത്തത്തിൽ ഒരു പുകമയമാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല ഇവിടെ ആരെയും. പിന്നെ ഫിറോസ് കാക്കാനെയും വിശ്വസിക്കാനൊന്നും താല്പര്യമില്ല. വരട്ടെ ബാക്കിയുള്ള കഥകൾ. ഫിറോസ് കാക്കേനെയും മിണ്ടുവെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതെല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ? ആരെ ഇവിടെ ഉടായിപ്പ്? ജസ്റ്റ് ഒരു അഭിപ്രായം മാത്രം താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.